ആ എന്താണിത്? എനിക്കിവിടെ വന്നിട്ട് ശ്വാസം മുട്ടുന്നു. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. ഈ രാത്രിയിലോ? അതിനു വേണ്ടി രാത്രിയൊന്നും ആയിട്ടില്ല. ഒരു അരമണിക്കൂർ പോരെ വീടെത്താൻ. സജീവേട്ടനൊരു ഓട്ടോ ഇട്ടൊന്ന് പോയി നോക്കാം. ജംഗ്ഷനിൽ പോയത്. നമ്മളെന്തായാലും നാളെ രാവിലെ പോകാൻ നിൽക്കണല്ലേ? രാവിലെ പോവാം. സജീവേട്ടൻ തർക്കിക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ. പതുക്കെ സംസാരിക്കും. ഓട്ടോ ഇട്ടൊന്ന് പോയി നോക്ക്. എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് പോ. ഞാൻ ദാസൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പറയണെങ്കിൽ ഒറ്റ വണ്ടി നേരെ പളനി, അവിടെ നേരെ കൊടക്കണ ടെമ്പോ ട്രാവലർ ഇങ്ങനെയുണ്ടാവും. അതാണ് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമല്ലോ. കുഴപ്പമില്ല. ഇവനോട് ചോദിക്കാൻ എന്തുകൊണ്ടാണ്? എന്തു പറ്റി? എന്താ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? അത് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് വർഷം? ബിജിമോളുടെ അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേന. ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ചെല്ല് പോയിട്ടോ. നീ വീട്ടിൻ്റെ വണ്ടി എടുത്തിട്ടോ. ശരി ചേട്ടാ നമുക്കും പോയല്ലോ. വേണ്ട വേണ്ട വേണ്ട. ബിജി വേഗം ഇറങ്ങാം. അല്ല സജീവേട്ടാ, നീ അങ്ങോട്ട് പോകണ്ട. അല്ല, എന്താ നിങ്ങൾ ഈ രാത്രിയിൽ തന്നെ പോന്നേ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? എനിക്കിങ്ങോട്ട് വരണമെന്ന് തോന്നി. എന്നാ വരുന്നേന്ന് ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നീയല്ല അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞേ. അവരെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. സജീവ, നിനക്കിവിടെ ഓക്കെ അല്ലടാ? ഇതിങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പോട്ടെ, നമുക്ക് അവരെല്ലാം വിളിച്ച് 2 ദിവസം കൂടി താമസിപ്പിക്കാം. എന്തേ? ഇന്നലെ അടിച്ചതിൻ്റെ വല്ലതും ബാക്കിയിരിപ്പുണ്ടോ? എനിക്കറിയാം അച്ഛൻ്റെ എന്തെങ്കിലും ഉണ്ടാവുന്നു. ഞാനൊരു പഴയ പട്ടാളക്കാരനല്ലടാ. ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എങ്ങനെ ആവുന്നു? അച്ഛൻ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, അങ്ങനെയൊക്കെ ആവുള്ളൂ, ഇങ്ങനെയൊക്കെ ആവുന്നു. എങ്ങനെയൊക്കെ ആവുന്നാണ് അച്ഛൻ പറയണ? നിനക്ക് അത്ര വിഷമമുണ്ടെങ്കിലേ നിങ്ങൾ 2 പേരും കൂടെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്. അല്ലാതെ അച്ഛാ, വീട് മാറിയ കാര്യങ്ങളൊക്കെ മാറും. നിങ്ങളുടെ മോളുടെ സ്വഭാവം മാറണ്ടേ? എന്നിട്ട് എങ്ങോട്ട് പോകാനാണ്? എവിടെ പോയത് തന്നെയല്ലേ? ഞാൻ അവനെ ഒന്ന് നോക്കിയിട്ട് വരാം. അച്ഛാ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. അത് സാരില്ലടാ. ഞാൻ വണ്ടി ഉണ്ടാവും. ബിജി, ഇന്നെൻ്റെ മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നത്തെ റൂട്ട് വഴി വേറെ കണ്ടക്ടർ ആയിരുന്നല്ലോ. അതിപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ വന്നപ്പോഴാണ് എൻ്റെ റൂട്ട് വേറെ ആയിരുന്നു. അതൊന്നും അല്ലാന്ന് എനിക്കറിയാം. എൻ്റെ മോന്ത കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ റൂട്ട് മാറി ഓടിയത്. ഞാനിപ്പോൾ പുതിയ റൂട്ട് പഠിക്കണോ? നിന്നോട് ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കണോ? ആളുകൾ ഫോൺ ഉപയോഗിക്കുന്ന പഞ്ചാര അടിക്കാനാ? എൻ്റെ തന്നെ ഓരോരുത്തർ നിങ്ങൾ ഈ പഞ്ചാര അടിക്കുന്നത്. എന്താണ് ബിജി നീ ഈ പറയണത്? എനിക്ക് നിന്നെ മനസ്സിലാവണ്ട. എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല, നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിലും മനസ്സിലാവില്ല. എനിക്ക് വേറെ പണിയുണ്ട് ബിജി, നീ വെച്ചിട്ട് പോയടി. ചേച്ചി മരുന്ന് എവിടെ ഇരിക്കുന്നത്? എന്താണ്? ഞാൻ എടുത്തു കൊടുത്തോളാം, മാറും. ശരി, ദേഷ്യപ്പെട്ടുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? സുഖല്ലേ? മുത്തശ്ശിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അച്ഛൻ്റെ കൂടെ പണിക്ക് പോകണം എന്നാ പറയണേ. എന്താ കുഴപ്പം? നിന്റെ അമ്മ മരിച്ച പിന്നെ ഈ പറമ്പിൽ പണിയെടുത്തിട്ടാ നിങ്ങളെല്ലാം വളർത്തിയത്. ഓ അറിയാമേ. അല്ല, സുരേന്ദ്രൻ എന്തേടി? പറമ്പിൽ കാണും. ഗോപിയേട്ടൻ വന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. മോളെ, നീ പോയി അച്ഛനെയും വിളിച്ച്. അവിടെ എല്ലാവർക്കും സുഖമല്ലടാ? ഓ പരമസുഖം. അച്ഛാ, വെളിച്ചം വന്നു വാ. വരുന്നു. നിന്റെ ഭാര്യ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്നാക്കാണി വയസ്സേക്ക് മൂത്തതല്ലേ, അതുകൊണ്ടാ. മുത്തശ്ശിക്ക് കാണുമ്പോൾ ഇതേ ചോദിക്കാനുള്ളൂ.
വെറുതെയാ. ഒരു മരുമോനും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഓന്റെ കാര്യം എങ്ങനെ? നല്ല പയ്യനാ, അവര് തമ്മിൽ നല്ല ഇഷ്ടത്തില്ല. ആർക്കറിയാ, അത് കുഞ്ഞുമോളുടെ മോളല്ലേ. ഓ, എന്റെ മുത്തശ്ശി ഒന്ന് വാടിച്ചിരിക്കോ? മുത്തശ്ശി പറഞ്ഞൊന്നും കാര്യമാക്കണ്ടെന്ന് പോയേട്ടാ. ഹലോ. ആ ഗോപിയേട്ടാ, കുഞ്ഞുമോളെടുത്തിയാ? ഞാനിവിടെ കയറുമെന്ന് അവൾക്ക് അറിയായിരുന്നു. അതാ ഇപ്പൊ എന്തായി? എന്നെ കാണാൻ വന്നത് അവൾക്ക് ഇഷ്ടായില്ല. മുത്തശ്ശി ഒന്ന് ചുമ്മാരി. കുഞ്ഞുമോളെ എന്താ എപ്പോ? KSRTC ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രിയുടെ മുന്നിലാണ്. അപകടത്തിൽപ്പെട്ടവരെയും കൊണ്ട് ആംബുലൻസുകൾ വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ KSRTC ബസ് അപകടത്തിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന ആളുകൾക്ക് വളരെയധികം ഗുരുതര പരിക്കുകൾ കോട്ടയം പാലാ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ നടന്ന അപകടത്തിൽ കണ്ടക്ടർ അടക്കം 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. കരയല്ലേ, ഒന്ന് സമാധാനമായിട്ടിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. മാമനൊന്നുമില്ലടാ, ഒന്നുമില്ല. ആക്സിഡന്റിൽ ഇടിയുടെ ശക്തിയിൽ വൃക്കകൾ ഡാമേജ് ആയിട്ടുണ്ട്. ഉടനെ ഒരു വൃക്കയെങ്കിലും മാറ്റിവെക്കണം. ഈ സമയം നിങ്ങളിങ്ങനെ പാനിക്കാവുകയല്ല വേണ്ടത്. എത്രയും പെട്ടെന്ന് ഒരു ഡോണറെ കണ്ടെത്തണം. ഹോസ്പിറ്റൽ ചെലവിൻ്റെ കാര്യം ഓർത്ത് തൽക്കാലം നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. ക്ലെയിം ഉള്ളതല്ലേ? കാശിൻ്റെ കാര്യം മാത്രമല്ലോ രജിസ്റ്റർ, ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നല്ലേ പറയണേ. അപ്പം നമുക്കൊരു ഡോണറെ കണ്ടെത്തണ്ടേ? സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമെടുക്കും. പറ്റുമെങ്കിൽ സജീവനുമായി അടുപ്പമുള്ള ആരെങ്കിലും മുഖേന ഒരു ഡോണറെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഞാനും എൻ്റെ വഴിക്ക് ട്രൈ ചെയ്യാം. ഇത് സുനിത, സജീവിൻ്റെ പെങ്ങളാണ്, എൻ്റെ ഭാര്യയാണ്. സുനിത കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. നല്ല കാര്യം. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കൂടപ്പുറപ്പുകളെ കിട്ടാമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യ. ഹലോ, പ്ലീസ് കം ടു മൈ റൂം. ശരി മാഡം, നിങ്ങൾ വരൂ. മാഡം. ആ വരൂ. ഇത് സജീവൻ്റെ വൈഫാണ്. സജീവന് കിഡ്നി ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പരിപൂർണ സമ്മതമാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രോസ് മാച്ചിങ് എല്ലാം ചെയ്തു നോക്കിയപ്പോൾ ഇവരുടെ കിഡ്നി സജീവൻ്റെ ആയിട്ട് കോമ്പാക്റ്റബിൾ ആണ്. സോ യു പ്രൊസീഡ് വിത്ത് ദ ലീഗൽ ഫോർമാലിറ്റീസ്. ഓക്കെ മാഡം. ഞാൻ സമ്മതിക്കില്ല. അവന് വേണ്ടി നീ നിന്റെ ജീവിതം എന്തിനാ കളയുന്നത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് നടക്കില്ല. നിങ്ങൾ എന്ത് തന്തയാണോ? മോള് ജീവൻ കളയുന്നത് കണ്ടില്ലേ? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സജീവൻ നിന്റെ ഭർത്താവാണ്, നിന്റെ പാതി. അവനെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. താൻ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇറങ്ങിപ്പോണോ മോളെ? നീ ഞാൻ അമ്മ ഇതെന്റെ തീരുമാനമാണ്, അതിലൊരു മാറ്റവും ഇല്ല. മോളെ എന്റെ ആകെയുള്ള ഒരു ആന്തരിയും പോയി, ഇപ്പൊ ഇവളും പോയി. എനിക്ക് ചത്താ മതി.